വളരെ ഹൃദ്യമായ ഒരു ഗാനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഗായക സംഘത്തോട് പ്രത്യേകമായി സഭയുടെ പേരിൽ ഞാൻ എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. പാടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പാട്ടാണ് അവർ തിരഞ്ഞെടുത്തത്. അത് അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് തെറ്റുകൂടാതെ നമുക്ക് വേണ്ടി അത് അവതരിപ്പിച്ചു. പാട്ട് പഠിപ്പിച്ചവരെയും പാടിയവരെയും ഈ ഗായക സംഘത്തിലേക്ക് കുടുംബാംഗങ്ങളെ അയച്ച ആ കുടുംബാംഗങ്ങളെയുമൊക്കെ ഞാൻ ദൈവനാമത്തിൽ പ്രശംസിക്കുന്നു. നമ്മെ ദൈവം ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷയിലൂടെ കൂടുതലായി ഈ സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ്, വചനം അത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എഴുതിച്ചു തന്നത് അത് പ്രഘോഷിക്കപ്പെടുവാനാണല്ലോ. നിങ്ങളുടെ വചനം ഇന്ന് ഈ ആലയത്തിൽ ഒരിക്കൽ കൂടെ പ്രഘോഷിക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഗ്രഹിക്കുവാൻ, അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് പകർത്തുവാൻ, നിങ്ങളുടെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിത ദർശനങ്ങളെ രൂപപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ വായിച്ചു കേട്ട തിരുവചനങ്ങൾക്കായി സ്തോത്രം. അത് ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിനായി പാടുവാൻ ഒരുമിക്കുക എന്നതാണ് ചിന്താവിഷയം. ഗ്യാദർ ടുഗദർ ടു സിംഗ് അൺടു ദ ലോർഡ്. കർത്താവിനായി പാടുവാൻ ഒരുമിക്കുക. നാം ഇത് വായിച്ച 96-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു തിരുവചന ധ്യാനം ദൈവാത്മാവിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. Sing to the Lord a new song. Sing to the Lord all the earth. വീണ്ടും പറയുകയാണ്, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കുവിൻ. കേരളത്തിലെ CSI സഭ അത് എക്കാലത്തും സമൂഹത്തിൽ പ്രസിദ്ധമായി തീരുന്നത് അതിൻ്റെ ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകളിലൂടെയാണ്. CSI പള്ളിയുടെ ഒരു കൊയർ എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ പാട്ടുപാടാൻ വരുന്നുവെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അല്പം ഒന്ന് ഭയപ്പെടും. കഴിഞ്ഞ വർഷം കട്ടപ്പനയിലെ ക്രൈസ്റ്റ് കോളേജിൽ നടന്ന ഒരു വലിയ ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷനിൽ ഞാനിങ്ങനെ പിള്ളേരുടെ പാട്ട് കേൾക്കാൻ, ഒരു വലിയ ഗ്രൗണ്ടാണ്, ഒരുപാട് ആളുകൾ കേൾക്കാൻ ഇവിടെ എൻ്റെ മുമ്പ് ഇരുന്നപ്പോൾ എൻ്റെ പുറകിൽ 2-3 പെൺപിള്ളേരിരുന്ന് പറയുകയാണ്, എടി അവർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവരങ്ങ് വരും, പാടും, അമ്മാനെ കൊണ്ട് പോകും, നമ്മളൊക്കെ വെറുതെ പാടും. അപ്പോൾ ഞാൻ CSIയിലെ അച്ഛനാണെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഇരുട്ടാണ്, രാത്രിയാണ്, കുപ്പായ മാത്രം അവരോർത്ത് ഏതോ കത്തോലിക്ക പള്ളിയിലെ അച്ഛനാണ്. ധാരാളം കൊയറുകൾ പാടും. നമ്മുടെ
നമ്മുടെ സഭയെ സംബന്ധിച്ച്, CSI സഭയെ സംബന്ധിച്ച് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഗായക സംഘം എന്ന് പറയുന്നത്. നമ്മുടെ ഗായക സംഘത്തെ അനുകരിക്കാനാണ് മറ്റ് സഭാവിഭാഗങ്ങളിലെ ഓർത്തഡോക്സ്, മാർത്തോമ, പ്രത്യേകിച്ച് ഈ നോൺ കാത്തലിക് ആളുകളെല്ലാം ശ്രമിക്കുന്നു. വളരെ പ്രഗത്ഭരായ പീറ്റർ ചേരാനെല്ലൂർ പോലുള്ള ആളുകൾ അവരെ ഇതുപോലുള്ള കോമ്പറ്റീഷന് മാർക്കിടാമെന്നിട്ട് പറയും, CSIക്കാരുടെ പാട്ട് അത് അപാരമായിട്ടുള്ള ഒരു സിദ്ധി തന്നെയാണ്, അത് അത്ര പെട്ടെന്ന് നമുക്ക് പാടാൻ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയാത്ത. ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് സത്യസുവിശേഷവുമായി വിമോചനത്തിൻ്റെ സന്ദേശവുമായ മിഷണറിമാര്, യൂറോപ്യൻ മിഷണറിമാര് അവരുടെ കൈകളിൽ കൊണ്ടുവന്ന ഹിംസ്, ജ്ഞാനകീർത്തനങ്ങളുടെ ട്രാൻസ്ലേഷനാണ് ആദ്യമായിട്ട് CSI ആരാധനകളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. 4 വ്യത്യസ്തമായിട്ടുള്ള നൊട്ടേഷനുകൾ, 4 വ്യത്യസ്തമായിട്ടുള്ള പിച്ചുകളിൽ, വ്യത്യസ്തമായ ഈണങ്ങളിൽ ഒരേ പാട്ട് പാടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഹാർമണി, അതിലൂടെ ഉണ്ടാകുന്ന ഒരു സ്വരലയം, അതാണ് നമ്മുടെ ഗായക സംഘത്തിൻ്റെ വലിയ യുണിക്നെസ്, നിസ്തുലത എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന് ഗാനങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രക്രിയ. നമ്മുടെ ക്രിസ്തീയ ആരാധനയ്ക്ക്, നമ്മുടെ വർഷിപ്പിന് മ്യൂസിക് ഇല്ലെങ്കിൽ നമ്മുടെ വർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ്. കൊയർ വേണം, പിയാനോ വേണം, നല്ല സൗണ്ട് സിസ്റ്റം വേണം. ഇതൊക്കെ ആകുമ്പോഴാണ് വാസ്തവത്തിൽ CSI ലിറ്റർജി എന്ന് പറയുന്നത് അതിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും ആസ്വാദികരമായി മാറുന്നത്, ഹൃദയസ്പർശിയായി മാറും. ആംഗ്ലിക്കൻ സഭയുടെ ലിറ്റർജിയായ ബുക്ക് ഓഫ് കോമൺ വർഷിപ്പ്, പൊതു ആരാധന ക്രമമാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആരാധനക്രമം എന്ന് പറയും. അതിന് ആ ആരാധനക്രമത്തിന് തന്നെ നോട്ടുണ്ട്, എങ്ങനെ ചൊല്ലണമെന്ന് നൊട്ടേഷനുണ്ട്. അതിൽ സ്ത്രീകളെ ഏത് പിച്ചെടുക്കണം, പുരുഷന്മാരെ പിച്ചെടുക്കണം, ആരൊക്കെ എപ്പോഴൊക്കെ പാടണം, അങ്ങനെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഒരു ലിറ്റർജിയാണ് നമ്മുടെ ലിറ്റർജി. കേരളത്തിൽ പ്രബലമായിരുന്ന ഓർത്തഡോക്സ് സുറിയാനി സഭകളുടെ മധ്യത്തിലേക്കാണ് ഈ ബ്രിട്ടീഷുകാർ വന്ന്, അല്ലെങ്കിൽ മിഷണറിമാർ വന്ന് ഈ പുതിയ ആരാധനാക്രമം അങ്ങോട്ട് അവതരിപ്പിച്ചു. എന്നാൽ അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ആരാധന, CSI സഭയുടെ പൊതു ആരാധന, ശവസംസ്കാരം, വിവാഹം, ശുശ്രൂഷ, അതുപോലുള്ള പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊക്കെ വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരെ അർത്ഥമുള്ളതായി മാറി. അങ്ങനെ നമ്മുടെ സഭയ്ക്ക് കേരളത്തിൻ്റെ മണ്ണില് വളരെ ശക്തമായ വേരോട്ടം ദൈവം തമ്പുരാൻ നൽകി. അതിൻ്റെ എല്ലാം കാരണം നമ്മുടെ സംഗീത ശുശ്രൂഷ, നമ്മുടെ കൊയറാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നതിലും സംഗീത ശുശ്രൂഷയ്ക്കുള്ള ആ പ്രാധാന്യം ഇങ്ങനെ തുടരെ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന മോശയുടെ പാട്ട് തൊട്ട് ദാവീദ് രാജാവിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സംഗീത രചനകൾ, എന്തിന് വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ റെവലേഷൻ, വെളിപാട് പുസ്തകത്തില് വരാൻ പോകുന്ന നിത്യതയിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു മഹാകോയറിൻ്റെ, ഒരു മാസ് കോയറിൻ്റെ ആ പാട്ടും ആ പാട്ടിൻ്റെ മഹത്വവും എല്ലാം വിവരിച്ചുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ ആത്മീയ ചൈതന്യം മനുഷ്യരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഗായക സംഘം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം കുറെ പാട്ട് പാടുന്ന ആളുകളുടെ
ഒരു ട്രൂപ്പ് അല്ല, ഒരു ഓർക്കസ്ട്രേഷൻ അല്ല, ഒരു ഓർക്കസ്ട്ര അല്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഭൂമിയിൽ ദൈവം പ്രത്യേകമായി വിളിച്ചു വേർതിരിക്കുന്ന ആളുകളുടെ ഒരു സംഘമാണ്. അതുകൊണ്ടാണ് കൊയർ എന്നതിനെ വിളിക്കുന്നത്, ഗായക സംഘം എന്നാണ് പറയുന്നത്. ദൂത സംഘം എന്ന് വേദപുസ്തകത്തിൽ പറയുമ്പോൾ, ഹെവൻലി ഹോസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ, നമ്മുടെ സഭയില് നമ്മുടെ പാട്ടുകാരെ പറയുന്നത് എന്താണ്? കൊയർ എന്ന് പറഞ്ഞാൽ പാട്ടുകാരുടെ സംഘം. 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ഗായക സംഘത്തെ ദൈവം വിളിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാം ഇന്ന് വായിച്ച ഈ സങ്കീർത്തന വേദഭാഗത്തിന്റെയും മറ്റ് പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്, the choir is called to lead the worship of God in the faith community. വിശ്വാസ സമൂഹത്തിന്റെ ദൈവാരാധനയെ നയിക്കുവാൻ വേണ്ടി ദൈവം ഗായക സംഘത്തെ വിളിക്കുകയാണ്. 100-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ് 100-ാം സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. സംഗീതത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും. സങ്കീർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഏതാണ്ട് 90 മുതലുള്ള സങ്കീർത്തന പുസ്തകത്തിന്റെ 4-ാം ഭാഗമാണ്, 4th പാർട്ട് എന്നാണ് അതിനെ എഴുതിയേക്കുന്നത്. പുസ്തകം നോക്കിയാൽ അറിയാം. അതിനകത്ത് മുഴുവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ പാട്ട്, സംഗീതം, മ്യൂസിക്, അത് വെറും അധരസ്വരം മാത്രമല്ല, നല്ല കൈത്താളങ്ങള്, മനോഹരമായിട്ടുള്ള വാദ്യ ഉപകരണങ്ങള്, തപ്പ്, കൈത്താളം, കിന്നരം, വീണ, തമ്പുരു, ഇതെല്ലാം ചേർത്ത് ദൈവത്തിന്റെ ജനം ആരാധിക്കണമെന്നുള്ള ആ വലിയ സന്ദേശം നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ പാട്ട് പാടുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആധുനിക സംഗീത ലോകം, ടെക്നോളജി ഇന്ന് ഭൂമിയിൽ ലഭ്യമായിരിക്കുന്ന സകല സംഗീതവും ശബ്ദവിന്യാസങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഹാർമോണിയം വായിക്കുമ്പോൾ ഒറ്റ സ്വരം അതിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹാർമോണിയത്തിന്റെ ആ ഒരു സംവിധാനത്തിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോഴത്തെ മോഡേൺ ഓർഗനുകളൊക്കെ, പിയാനോ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തിന്, പക്ഷികളുടെ സ്വരം വരെ. ഇപ്പൊ പല പള്ളികളിലും ചർച്ച് ബെല്ലൊന്നും കെട്ടിത്തൂക്കത്തില്ല, അവർ ഓർഗനൈസ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സമയമാകുമ്പോൾ ഓർഗനൈസ് സ്വിച്ച് ഇട്ടാൽ മതി, മനോഹരമായി എന്ത് ചെയ്തോളൂ, പള്ളിയുടെ മുകളിലിരിക്കുന്ന വലിയ ബോക്സിനകത്തൂടെ ചർച്ച് ബെല്ലടിച്ചു. എല്ലാം സകല സംഗീത ഉപകരണങ്ങളും എന്ത് ചെയ്തേക്കുക, നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഈ പറയുന്ന 10 വിരലുകളിലേക്ക് ടെക്നോളജി കൊണ്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗാനങ്ങൾ പഠിക്കുന്ന, കൊയർ പാടുന്ന, മ്യൂസിക് വായിക്കുന്ന നമ്മുടെ പിള്ളേരെയൊക്കെ വാസ്തവത്തിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. പിയാനോ പഠിപ്പിക്കണം. പിയാനോ പഠിച്ചാൽ അത്യാവശ്യം എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ ശ്രുതിയെ പറ്റിയും താളത്തെ പറ്റിയും അതുപോലെ ഈ സംഗീതം രേഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരാണ് നൊട്ടേഷൻ എന്ന് പറയും. ആ നൊട്ടേഷൻ നോക്കിയാണ് ഈണം അവർ വായിച്ചെടുക്കുന്നത്. പാട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ നോട്ട് അറിയാമെങ്കിലേ പാട്ട് പഠിപ്പിക്കാൻ പറ്റും. ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും മഹത്വപ്പെടുത്തുന്നതിലും സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് വേണ്ടതുപോലെ പഠിച്ച് പരിശീലിച്ച് സ്വരലയങ്ങള് അത് സമന്വയിപ്പിച്ച് ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ദൈവജനത്തെ നയിക്കുക എന്നുള്ള ശുശ്രൂഷയാണ് ഗായക സംഘത്തിന്റെ ശുശ്രൂഷ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയായ ദൈവത്തിന് സംഗീതത്തോടെ അവന്റെ സന്നിധി.
ഇന്ന് വായിച്ച വേദഭാഗങ്ങളിൽ നമ്മുടെ ഗായക സംഘം, ഒരു സഭയിലെ ഗായക സംഘം ആരാധന നയിക്കുവാനായിട്ട്, ഞങ്ങൾ പറയും അച്ഛന്മാര് പോലും വന്നൊരു പള്ളി വന്നാൽ അച്ഛന്മാര് പോലും വന്ന് ഗായക സംഘത്തിന് ശിഷ്യപ്പെടണമെന്നുള്ളതാണ്. എൻ്റെ ഏതാണ്ട് 8ാമത്തെ വയസ്സിൽ ഞാൻ ഗായക സംഘത്തിൽ കയറിയ ആളാണ്. കൊച്ചമ്മയും ചെറുപ്പത്തിലെ തന്നെ പുന്നവേലി ഗായക സംഘത്തിൽ ചേർന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് തോന്നുന്നു 4ാമത്തെ വയസ്സിൽ യോനായ ഹന്നായെയും കൊയറിൽ ഞങ്ങൾ കയറ്റി. അച്ഛൻ്റെ മക്കളാകുമ്പോൾ അത് പറ്റും, മറ്റുള്ളവരുടെ മക്കളെ സംബന്ധിച്ചിട്ട്. ഗായക സംഘം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗാന ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗാനം പാടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ അവരെ വിശേഷമായ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. പ്രിയമുള്ളവർ, the primary goal of the choir is to worship. ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾ അവിടെ നിന്നും, യു ആർ നോട്ട് പെർഫോമേഴ്സ്. നിങ്ങളുടെ പെർഫോമൻസ് അല്ല ജനം ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ആരാധന. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നു, സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധന. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പാട്ട് വരണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, സങ്കീർത്തനങ്ങളോടും സ്തുതികളോടും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണം. ഹൃദയങ്ങളിൽ നിന്നാണ് ദൈവത്തിന് പാടുന്നത്. നമ്മള് ദൈവാരാധനയ്ക്കായിട്ട് മണി മുഴങ്ങി കഴിയുമ്പോൾ സഭയിലെ ഗായക സംഘത്തിന്റെ വലിയ ജോലിയാണ് ആ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ നിന്ന് പാട്ടുപാടാൻ, പ്രതിവാക്യം പറയാൻ, അവര് ചിട്ടയോടെ ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാതൃക കാട്ടിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. മുട്ടുകുത്തേണ്ടടുത്ത് മുട്ടുകുത്തി, എഴുന്നേറ്റ് നിന്ന്, കരങ്ങളടിക്കേണ്ട പോൽ കരങ്ങളടിച്ച്, തലകളെ വണക്കേണ്ട പോൽ തലകളെ വണക്കി. നമ്മുടെ കൊയറിന്റെ ആ ഒരു പ്രൊസഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ഭംഗിയായിട്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവാലയത്തിന്റെ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് അവര് വരുന്നത്. അച്ഛനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നതാണോ? ഒന്നുമല്ല, ദൈവവചനമാണ് അവർ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. ദൈവവചനം. ആരാധനയുടെ 1-ാം ഭാഗം ദൈവവചന ശുശ്രൂഷയാണ്. ഗായക സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥനയോടെ കുരിശു പിടിച്ച് ക്രിസ്തുവിനെ സാക്ഷീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ ഓർമ്മകള്, രക്ഷാപദ്ധതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ദേവാലയത്തിന്റെ പുറകിൽ നിന്ന് സാവധാനം വിശുദ്ധ സ്ഥലമായ ബലിപീഠത്തിങ്കിലേക്ക് അവൻ നടന്നെടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഗായക സംഘം പാട്ടുപാടി അനുധാവനം ചെയ്യുക. അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്ന ബൈബിൾ ബോയാണ്, അല്ലെങ്കിൽ ബൈബിൾ ഗേളാണ്. ഞങ്ങൾ പറയും കുരിശിനും ബൈബിളിനും ഇടയിൽ ഒരാൾ കയറി നിൽക്കരുതെന്നാണ് പറയുന്നത്. CSI പള്ളിയിലെ ഒരു കൊയർ പ്രധാന കവാടത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആളുകൾ പിന്നെ അവർ വന്ന് ഇരുന്ന് ആരാധന തുടങ്ങാതെ പ്രധാന കവാടം വഴി കയറാൻ പാടില്ലെന്നാണ് നിയമം. എത്ര പേർക്കറിയായിരുന്നു? സൈഡിൽ കൂടെ നിനക്ക് കയറിക്കോണം. അതിനൊരു പ്രോട്ടോക്കോളുണ്ട്. ഏറ്റവും പുറകിൽ തിരുമേനിമാരുണ്ടല്ലോ, അവരാണ്. അതിന് മുമ്പിൽ സീനിയർ വൈദികർ, അവരുടെ സീനിയോറിറ്റി അനുസരിച്ചാണ് ഗായക സംഘം. ഇതിനിടയിൽ ദൈവത്തിന്റെ വചനം. അത് 1-ാം ഭാഗം കഴിയുമ്പോൾ 2-ാം ഭാഗം ആരംഭിക്കുന്നത് കർത്താവിന്റെ അത്താഴമാകുന്ന ഹോളി കമ്മ്യൂണിയനിലൂടെയാണ്. ഇന്ന് മുതൽ നിങ്ങളത് കാണാൻ തുടങ്ങും. കയ്യസൂരി കിസ് ഓഫ് പീസ്, അത് 2-ാം ഭാഗത്തിനായിട്ട് വൈദികർ നൽകി കഴിയുമ്പോൾ ഇതേ ഗായക സംഘത്തിലെ ക്രോസ് ബെയറർ കുരിശുമായി ആ കയ്യസൂരിയുമായിട്ട് ഇങ്ങനെ തിരികെ ആരാധന ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരും. അതിന്റെ തൊട്ടു പിന്നാലെ കയ്യസൂരി കൊടുക്കുന്ന ആളുകൾ ഇടതും വലുതുമായി കയ്യസൂരി കൊടുത്ത് ദൈവസ്നേഹം, ക്രിസ്തുവിന്റെ സമാധാനം അൾത്താരയിൽ നിന്ന് പുറകോട്ട് പോയി അവിടെ നിന്ന് വരുന്ന
രണ്ടാമത്തെ ഗ്രേറ്റ് എൻട്രി ഉണ്ട്. ആദ്യത്തേത് ലിറ്റിൽ എൻട്രി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഗ്രേറ്റ് എൻട്രി എന്ന് പറയും. അവിടെ അപ്പവീഞ്ഞുകളുമായിട്ട് അവർ വരികയാണ്. കർത്താവിന്റെ ശരീരവും രക്തവും ദൈവത്തിന്റെ ജനം ഒരാഴ്ച മുഴുവൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ അപ്പക്കഷ്ണങ്ങൾ, നിങ്ങൾ സ്തോത്രകാഴ്ചയിടുന്ന പൈസ കൊണ്ട് വാങ്ങുന്ന അപ്പവീഞ്ഞുകളുമായി, നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി അർപ്പിച്ച ദാനങ്ങളുമായിട്ട് ആ രണ്ടാമത്തെ എൻട്രി ആലയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ സ്വർഗീയമായ വലിയൊരു മഹത്വമാണ് നമ്മുടെ CSI ദേവാലയങ്ങളിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ദേവാലയങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ, ക്രൈസ്തവ ആരാധന, ക്രൈസ്തവ ജീവിതം സ്വർഗീയമായ ഒരു ജീവിതത്തിന് തുല്യമാണ്. ആ ആരാധന നയിക്കുവാനുള്ള ജോലി അല്ലേ അച്ഛന്മാര് പാടും പാടാത്തവരായിരുന്നു. കായിക സംഘങ്ങൾ ടു ലീഡ് ദ വർഷിപ്പ് ഓഫ് ദൈവ ആരാധന നയിക്കുക, പരിശീലിച്ച് ദൈവകൃപയിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ വസ്ത്രം, അവരുപയോഗിക്കുന്ന വസ്ത്രം, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഓർമ്മകളുള്ള ചുവപ്പ്. എന്നാൽ ആ രക്തത്തിന്റെ കറ ഇതാ വിശുദ്ധിയോടെ അതിനെ പൂർത്തീകരിച്ചു എന്നുള്ള മേലങ്കി, വെളുത്തത സർപ്ലീസ്, ഹൃദയഭാഗത്ത് കുരിശ്, ക്രിസ്തുവിന്റെ ആ വലിയ സാന്നിധ്യം, ഇതെല്ലാം ചേർത്ത ഒരു ഡ്രസ് കോഡാണ് CSI സഭയുടെ കായിക സഭയുടെ. ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കും, സകല ചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ശബ്ദം, നമുക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള താലന്തുകൾ ദൈവത്തെ സ്തുതിക്കുന്നതിന്, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവം ചെയ്ത നന്മകളെ പാടി ഘോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ഇന്നത്തെ വേദഭാഗങ്ങൾ. ധാരാളം അനുബന്ധ വേദഭാഗങ്ങളുണ്ട്, സമയമില്ലാത്ത. 1 ദിനവൃത്താന്തം 16:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് ആരംഭത്തിൽ തന്നെ ദേവാലയത്തിൽ സമാഗമന കൂടാരത്തിൽ തന്നെ ഗായക സംഘത്തെ നിയോഗിക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് വായിക്കും. God listen not only to the melody but also to the motive. നിങ്ങളുടെ ശബ്ദം മാത്രമല്ല ദൈവം കേൾക്കും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എന്താ പറയുന്നത് വിചാരങ്ങൾ ദൈവം. അച്ഛനും കൊയറും കമ്മിറ്റിക്കാരും ആരാധന നയിക്കുന്ന ആളുകൾ ഒരു ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിന് പ്രസാദകരമായ ആരാധന ഒരു ആലയത്തിൽ നടക്കും. 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കും. സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് മുമ്പിലേക്ക് പോകട്ടെ. രണ്ടാമത്, the choir is called to witness for the God. ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഗായക സംഘത്തിന്റെ ഉദ്ദേശം. ഗായക സംഘത്തെ ദൈവം വിളിച്ചു വരുന്നു. നമ്മൾ വായിച്ചതായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കും. അവരവിടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പാടി ബൗദ്ധപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചേ? കാരാഗൃഹത്തിന്റെ വാതില്, പൂട്ടിക്കിടന്ന വാതില് തന്നെ തുറന്നു. പാട്ടാണ് അവരവിടെ പാടിയത്. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ നമ്മൾ ആലപിക്കുമ്പോൾ, പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ, പ്രിയമുള്ളവരെ, ബന്ധനങ്ങളൊക്കെ അഴിയും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം എന്നുള്ളൊരു പാട്ടുണ്ട്. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ. മാറാ രോഗങ്ങൾ മാറും പ്രിയമുള്ളവർ, മാറാത്ത ശാപങ്ങൾ മാറിപ്പോകും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം എവിടെയുണ്ടോ ആ ജനത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. യോശുവയുടെ നേതൃത്വത്തില് എരീഹോവിന്റെ മതിലുകളെ അവർ തകർത്ത് കളഞ്ഞത് പിക്കാസും കൂടവും കൊണ്ടല്ല, ആരാധനയുടെ ശക്തി കൊണ്ടാണ്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തി. So the choir is called to bear witness. അവർ സാക്ഷ്യം വഹിക്കുകയാണ്, പൗലോസിനെ പോലെ ശീലാസിനെ പോലെ. 96-ാം സങ്കീർത്തനം 3-ാം വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്:
സകല ജാതികളുടെയും ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കണം. എങ്ങനെയാ? യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട്, സാക്ഷ്യമുള്ള ജീവിതമായി. ഞാൻ എൻ്റെ ചെറുപ്പത്തില് ടൗണിൽ കിടന്ന് വളർന്ന ഒരു ചന്ത പയ്യനാണ്, അങ്ങനെ തന്നെ പറയാം. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷന്റെ ഹൃദയഭാഗത്ത്, അതിൻ്റെ കറക്റ്റ് സെൻട്രലായിരുന്നു ഞങ്ങളുടെ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിതാവ് ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ പപ്പ അച്ഛനായിട്ട് നാട് വിട്ടു, കന്യകയ്ക്ക് പോയി. ഇഷ്ടം പോലെ പൈസ, പറമ്പിലെ വരുമാനമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വരുമാനമുണ്ട്. അതിന് കൂടാതെ എൻ്റെ ഉപ്പാപ്പൻ പട്ടാളത്തിൽ നിന്ന് വരുന്ന 2 വർഷം നേരത്തെ ഒരു ബിസിനസ്, ഒരു ഹോൾസെയിൽ ബിസിനസ്, ഇതെല്ലാം കൂടെ എൻ്റെ തന്നെ. നിങ്ങൾക്കറിയാമല്ലോ, ചക്കപ്പഴത്തെ ഈച്ച കൂടുന്നു പറഞ്ഞ പോലെ കാശുള്ളവൻ്റെ ചുറ്റും ഇഷ്ടം പോലെ പിള്ളേരും കൂടും. അനുവിനൊക്കെ ഏകദേശം അറിയാം, കട്ടപ്പനയിരുന്ന അച്ഛന്മാർക്കൊക്കെ ഞങ്ങളെ എന്നെ ബലമായിട്ട് ബിയർ പാർലറുകളിൽ, ബാറുകളിൽ എടുത്തോണ്ട് പോയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ. മദ്യപിക്കാൻ വേണ്ടി നിർബന്ധിച്ച് എൻ്റെ ഈ കുത്തിപ്പിടിച്ച് വായിലൊഴിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ തുപ്പിക്കളഞ്ഞു. എൻ്റെ തലയിൽ കൂടെ ബിയർ കുപ്പി അവർ ഒഴിച്ചു. കൃപയാണ്, എൻ്റെ കഴിവല്ല, എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും പ്രാർത്ഥന. അതിനപ്പുറമായി ഞാൻ പറഞ്ഞല്ലോ, 8ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഗായക സംഘത്തിൽ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കുരിശ് എനിക്കൊരു ശക്തിയാണ്. ഞാൻ അവരോട് പറയും, ഇവിടെ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല, കാരണം ഞായറാഴ്ച പള്ളി ചെന്ന് എനിക്ക് കുരിശ് പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട്. മദ്യം ഇഷ്ടമില്ലാഞ്ഞിട്ടോ കൂട്ടുകാരുടെ പിണക്കം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഒറ്റ ചിന്ത എന്നെ എപ്പോഴും ഭരിക്കുമായിരുന്നു, ഇന്ന് മദ്യപിച്ചിട്ട് വരുന്ന ഞായറാഴ്ച പള്ളിയിൽ പോയി കയറാൻ എൻ്റെ മനസ്സാക്ഷി എന്നെ അറിയിച്ചു. ഫിറ്റ്നസ്, വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിനായിട്ട്, വിശുദ്ധിയുള്ള ഒരു ക്രമീകരണമുള്ള ചിട്ടയുള്ള ഒരു ജീവിതത്തിനായിട്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഗായക സംഘം. ഒന്ന് ദിനവൃത്താന്തം 25-ാം അധ്യായത്തില് ഗായക സംഘത്തെ എങ്ങനെയാണ് അവർ വാർത്തെടുത്തതെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. ഒരു ഗായക സംഘത്തെ അവർ വാർത്തെടുത്തത് എങ്ങനെയാണ്? ഒന്ന് ദിനവൃത്താന്തം 25-ാം അധ്യായം അവിടെ പറയുകയാണ്, ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനത്തിൽ, 25:5 മുതലുള്ള വാക്യം, ദൈവത്തിന്റെ വചനത്തിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ, അവർ കൊമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തു. ഇവരെല്ലാവരും ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യദുദൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനകൾക്ക് കീഴിലുമായിരുന്നു. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താന്താങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കുന്നതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചെയ്തു. അതായത് കൊയർ പ്രാക്ടീസ്, അപ്പന്റെ കീഴിൽ, കൊയർ മാസ്റ്ററിന്റെ കീഴിൽ, ഓർഗനിസ്റ്റിന്റെ കീഴിൽ താഴ്ന്നിരുന്ന് പാട്ട് പഠിക്കുന്നവരാണ് ഗായകർ. CSI ഗായക സംഘത്തിന്റെ ഒരു വലിയ ബ്യൂട്ടിയാണ്. അനുസരണം ഇല്ലാത്തതിനെല്ലാം പറഞ്ഞ് വീട്ടിൽ വിടും, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇതിനകത്ത്. കൊയർ പ്രാക്ടീസിന് അല്ലേ എത്ര മണിക്കൂറാണ് നിങ്ങളല്ലേ? ഇവിടെ ഞാൻ കാണുന്നുണ്ട്, ഒരു ബോണ്ടായി പുള്ളി ഇവിടെ നിന്നിട്ട് വൈകുന്നേരം 3-4 മണി വരെ ഈ കണ്ണിക്കലും മേലുകാവിലും ഒക്കെ ഞങ്ങൾ ഇരുന്നു. അവിടെയൊക്കെ രാവിലെ വന്നാൽ വൈകുന്നേരം 5 മണിയായിട്ട് പോത്ത്, ഉച്ചയ്ക്ക് ഒരു ബോണ്ടായി ഒരു കട്ടക്കാപ്പിയായി. കൊയർ ഗായക സംഘം, ഇവിടെ എള്ളുംപുറം കൊയറും കത്തീഡ്രൽ കൊയറും മലങ്കര കൊയറും തൊടുപുഴ കൊയറും, ആ കൊയറുകളൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിൽ അഭിമാനകരമായി നിൽക്കുന്നത്? മധ്യ കേരളയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മുടെ പല കൊയറുകളും ശുശ്രൂഷ. എന്നാണെന്നറിയാമോ? ചിട്ട. സൈമൺ സാറൊക്കെ SP പുള്ളി നിന്ന് പാട്ട് പഠിപ്പിച്ചാൽ അനങ്ങാൻ പറ്റുമോ? ചിട്ടയുള്ള, ക്രമീകരണമുള്ള ഭക്ഷണം എന്ത് കഴിക്കണം, ജീവിത വിശുദ്ധി എങ്ങനെ ആയിരിക്കണം, കുടുംബ പശ്ചാത്തലം എന്തായിരിക്കണം, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഗായക സംഘത്തെ നമ്മുടെ സഭകളിൽ നിയോഗിക്കുന്നത്.
സോ യു ആർ കോൾഡ് ടു ബെയർ വിറ്റ്നസ് ദൈവത്തിന്. അതുകൊണ്ട് ഗായക സംഘത്തിലുള്ള ആളുകൾ തങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും സഭാജീവിതത്തിലും ഒക്കെയും ഇത് ശ്രദ്ധിച്ചു കൊള്ളണം. വി ആർ ദ ലീഡേഴ്സ് ഓഫ് ചർച്ച്. വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആ നന്മ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. മൂന്നാമത്, the choir is called to walk in unity. ഐക്യതയിൽ നടക്കാനാണ് കൊയറിനെ എന്ത് ചെയ്യുന്നത് ദൈവം. വലത്തെ കാല് മുമ്പിലത്തെ ആൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്തോണം? വലത്തെ കാല് പ്രൊസഷന് വെച്ചോണം. നമ്മുടെ ആ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പട്ടാള പരേഡിന് തുല്യമാണ്. ഐക്യത. ഒരാൾ ഇതിനകത്ത് പാട്ട് പഠിപ്പിക്കുമ്പോൾ, ഞങ്ങളെ ചെറുപ്പത്തിലെ പാട്ട് പഠിച്ച കൂവപ്പള്ളിക്കാരൻ ഒരു AJ ശമുവേൽ സാറിനെ അദ്ദേഹം പറയും, ടാടാടാ നിന്റെ ശബ്ദം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദത്തേക്കാൾ പൊങ്ങിപ്പോകും. സൗണ്ട് ഏകീകരിച്ചു കൊള്ളണം. നീ വലിയ പാട്ടുകാരനൊന്നും ഒരു കാര്യം. തൊട്ടിടതും വലതും നിൽക്കുന്ന ആളുടെ ശബ്ദത്തെക്കാൾ ഉയരാത്ത ഒരു ശബ്ദമേ ആര് പാടാൻ പാടുള്ളൂ? കൊയറിലെ ഒരു പുള്ളി പാടാൻ പറ്റുന്നു. മറ്റേ ഗാനമേളക്കാരൻ കയറിയ അവൻ്റെ ശബ്ദമാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കും. കൊയറിന് ഒരിക്കലും മൈക്ക് കൈ കൊടുക്കത്തില്ല. കൊടുക്കുമോ? കൊടുത്താലും പറയും മാറ്റി പിടിച്ചോളാൻ പറയും. കാരണം ഹാർമണിയാണ് പുറത്തു വരേണ്ടത്. ഹാർമണിയാണ് പുറത്തു വരേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിച്ച 1-ാം പാഠം 2 ക്രോണിക്കൽസ് ദിനവൃത്താന്തം 5:13-14 വരെ അവരൊരു മനസ്സുള്ളവരാണ്. സിംഗേഴ്സ് ആർ വൺ ടു മേക്ക് വൺ സൗണ്ട് ടു ബി ലേൺഡ് ഇൻ പ്രേയിങ് എ താങ്ക്സ്ഫുൾ ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നതിലും മഹത്വപ്പെടുന്നതിലും ഒരേ ശബ്ദത്തോടെ വേണം അവർ പാടാൻ. കൊയർ പാടുന്ന കേട്ട ഒരാൾ പാടുന്നത്, ഫീമെയിൽ വോയിസ് ആണെങ്കിൽ ഒറ്റ ആള്, 100 പേരിന്ന് പാടിയാലും ഒരാളുടെ ശബ്ദമേ ആണെന്ന് തോന്നിപ്പോയി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ 4 പാർട്സ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ബേസ്, ടെനർ, ആൾട്ടോ, സൊപ്രാനോ, ട്രിബിൾ. ഇത് 3 ട്യൂണുകളാണ് അല്ലേ, 3 പിച്ചുകളാണ്. പക്ഷേ ഒരു 4 പാർട്സ് പാട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 4 സാധനവും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യും. പഞ്ചസാരയും പാലും പിന്നെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചായപ്പൊടിയും കൂടെ ലയിക്കുന്ന പോലെ അങ്ങ് ലയിച്ചിട്ട് പാലിനില്ലാത്ത, പഞ്ചസാരയ്ക്കില്ലാത്ത, ചായപ്പൊടിക്കില്ലാത്ത ഒരു പുതിയ ടേസ്റ്റുമായിട്ടാണ് പുറത്തേക്ക് വരും. അതാണ് നമ്മുടെ ഹാർമണി എന്ന് പറയുന്നത്, കൊയറിൻ്റെ ഹാർമണി. ഞാൻ മഹാട ഗായക സംഘത്തിൽ 4 വർഷം എൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തതാണ്. നമ്മുടെ കണ്ടുപഠിച്ചിട്ട് നല്ല ശിക്ഷണത്തിൽ, നല്ല സാക്ഷ്യത്തിൽ നമ്മുടെ മക്കള്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊയറിൽ നിന്ന് പാടി ആരെങ്കിലും ജീവിതത്തിൽ തോറ്റുപോയത് കണ്ടിട്ടുണ്ടോ? കയ്യിരിപ്പ് മോശം വല്ല കണ്ടവനോട് ഒളിച്ചോടി പോയാൽ നശിച്ചു പോകും. അതൊക്കെ വേറെ കാര്യം. കൊയറിലാന്ന് പറഞ്ഞ് ഒരുത്തൻ ചിരിച്ച് കാണിക്കുന്നതാണ് അപ്പനെ അമ്മയും തള്ളിക്കുന്ന, അവൻ്റെ പുറകെ നീ പോയാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടയാണ്. നിന്ന് പാടി പിടിച്ചു നിന്നിട്ടുള്ള ഏതെങ്കിലും മനുഷ്യർ കുറഞ്ഞു പോയിട്ട് കണ്ടിട്ടുണ്ട് ഉണ്ടോ യോണിച്ചാ? അതാണ് നമ്മുടെ കൊയർ. 133-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുദ്ധവും. സമയം അവസാനിച്ചു നിർത്തട്ടെ. പല അവയവങ്ങൾ ഒരു ശരീരത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ 1 കൊരിന്ത്യർ 12:12 ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 2 മുതൽ ബി വൺ മൈൻഡ്, വൺ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് എഫേസിലെ പൗലോസ് നമ്മളെ വിളിച്ചു. വ്യത്യസ്ത വീട്ടിൽ നിന്ന് വരുന്നവരായിരിക്കും, പല സൗന്ദര്യമായിരിക്കും, പല പൊക്കമായിരിക്കും, പല ശബ്ദങ്ങളായിരിക്കും. ഈ 4 പാർട്സ് ഉള്ളത് കൊണ്ട് ഏത് ശബ്ദക്കാരനും പാടാൻ പറ്റും. പരത്തി പാടുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു പാർട്സിലേക്ക് വിടും. ഏത് പാർട്സാന്ന് പറഞ്ഞത് പിന്നെ അവർ ആ പാർട്സ് പാടുകയില്ല. താത്ത് പാടുന്നവന്മാർ അവർക്ക് വേണ്ടി ഒരു പാർട്സ്, എന്നെ പോലെ ഈ ഹൈപ്പിച്ചെടുക്കുന്നവർക്ക് വേണ്ടി വേറൊരു പാർട്സ്, മര്യാദയ്ക്ക് പാടുന്നവർക്ക് വേണ്ടി ഒരു പാർട്സ്. ഇത് 4 കൂടെ സമന്വയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന
ഒരു സ്വരലയ മാധുര്യമാണ് CSI കൊയറിന്റെ സൗന്ദര്യം. വെളിപാട് പുസ്തകം 14 കുഞ്ഞാടും 1,44,000 പേരും കൂടെ നിന്നുകൊണ്ട് സ്വർഗത്തിലൊരു പാട്ട് പാടുന്നതിനെ പറ്റി അവതരിപ്പിച്ചു. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അവിടെ പറയുകയാണ്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരിടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടുവാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവവും കുഞ്ഞാടും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഈ ഭൂമി പാട്ട് പാടിയാലേ, കൊയറ് നിന്നാലേ, സ്വർഗത്തിലെ 1,44,000 പേരുടെ ഒരു ഭാഗമായി ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗീയ ഗായക സംഘത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന യു ആർ കോൾഡ് ടു ലീഡ് ദ വർഷിപ്പ്. ആരാധന നയിക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. ദൈവത്തെ ആരാധിക്കാൻ, ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ. യു ആർ കോൾഡ് ടു ബെയർ വിറ്റ്നസ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പാട്ടിലൂടെ സാക്ഷ്യം പറയുവാൻ. ഞാൻ പറഞ്ഞല്ലോ, CSI സഭയുടെ കേരളത്തിലെ സാക്ഷ്യമാണ് നമ്മുടെ പാട്ടെന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഗായക സംഘമായിരിക്കണം നമ്മുടെ സാക്ഷ്യം. അവിടെ CSIക്കാരൻ്റെ ഗായക പാട്ട് കണ്ടു പഠിക്കടാ എന്ന് പറയാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം. മൂന്നാമത്, യു ആർ കോൾഡ് ടു വാക്ക് ഇൻ യൂണിറ്റി. ഐക്യത്തിൽ നിങ്ങൾ മുന്നേറണം. സഭയിലെ ഭിന്നതകളെ നിങ്ങൾ വേണം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ ശുശ്രൂഷയിലൂടെയും സമന്വയിപ്പിക്കും. നിങ്ങളുടെ വിളി ഐക്യപ്പെടാനും ഐക്യപ്പെടുത്തുവാനും. CSI സഭ ഉണ്ടായത് തന്നെ പലരായ നമ്മളെ ഒരു ജനമായി, ദൈവജനമായി അവരെല്ലാവരും ഒന്നായി തീരുക എന്നുള്ള ആ കാലസമ്പൂർണതയെ വലിയ വ്യവസ്ഥതയുടെ പൂർത്തീകരണത്തില്ല. ക്രിസ്തുവിൽ ഒന്നായി ജീവിക്കുന്ന ഒരു സമയം. അഭിപ്രായ വ്യത്യാസങ്ങൾ, പിണക്കങ്ങൾ, പഴയകാലത്തെ അന്യോന്യമുള്ളതായ പ്രശ്നങ്ങൾ, ഇതൊന്നും ദൈവാരാധനയിൽ സ്ഥാനമില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുദ്ധവും മനോഹരവും. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവും സകല ബഹുമാനവും മഹത്വവും തേജസ്സും കാലാവസരങ്ങളും അറിയിക്കുമാറാകട്ടെ.